ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പെട്ടെന്ന് സുജാത ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണമല്ലേ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പം അത്രയും നേരം അവിടെ നിന്ന് അത്രയും ബഹളം വെച്ച സ്ത്രീ പെട്ടെന്ന് സൈലൻ്റ് ആയിട്ട് അകത്തേക്ക് കയറി പോകുന്ന കാണുമ്പം പോലീസുകാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥർക്കും സംശയം തോന്നും കേട്ടോ. അവർ പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കും. അപ്പം ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസുകാരനോട് ചോദിക്കും, അല്ല സാർ, ആ സ്ത്രീക്ക് പെട്ടെന്ന് എന്താ ബോധോദയം വന്നോ? അവരെന്താ അകത്തേക്ക് ഒന്നും പറയാതെ കയറിപ്പോയത്? അപ്പോൾ പോലീസുകാർ പറയും, അവർക്ക് കാര്യം മനസ്സിലായി കാണും. ചിലപ്പം അവർക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും എടുത്ത് മക്കളെയും കൂട്ടി ഇറങ്ങിത്തരാൻ നോക്കാനായിരിക്കും. അതേതായാലും നന്നായല്ലോ, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാതെ ഒഴിഞ്ഞു തരുവാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇപ്പം തന്നെ ഇവരോട് ഇത്രയും ഹാർഷായി പെരുമാറിയെന്ന് ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ തൊപ്പി തെറിക്കുന്ന കേസാ. പിന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓരോ വകുപ്പൊക്കെ പറഞ്ഞ് ആ പെൺപിള്ളേരെ അടക്കി നിർത്തി. പോലീസുകാരന് ആ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയൂട്ടോ. ഇത് കേൾക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരിൽ ഒരാൾ പറയും, സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മുടെ പിന്നിൽ ഒരാളുണ്ട്. ആ ആൾ സാറിനെ വേണ്ട രീതിയിൽ കണ്ടോളും. അപ്പോൾ സാറിൻ്റെ ഈ ടെൻഷനൊക്കെ മാറിക്കോളും. ഈ വീട് എങ്ങനെയെങ്കിലും അയാൾക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. പിന്നെ കുറേയൊക്കെ ഇതിൽ ന്യായം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കൂടെ നിൽക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. പിന്നെ നമ്മുടെ പോക്കറ്റ് ഒന്ന് നിറയൂലോ എന്ന് പറയാണ്. എന്തായാലും പ്രശ്നമൊന്നും ഇല്ലാതെ ഇതങ്ങ് സോൾവ് ആക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് മടങ്ങി പോകാമായിരുന്നല്ലോ. ആ സ്ത്രീക്ക് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമെന്ന് പറയാം. അങ്ങനെ ആയാൽ നല്ലത്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത നടപടികൾ നോക്കേണ്ടി വരും. സാറൊന്ന് വരട്ടിയപ്പം അവർ പേടിച്ചു പോയിട്ടുണ്ട്. ഒന്നും കൂടി വരട്ടിയാൽ ആ പിള്ളേർ പത്തി മടക്കിക്കോളും എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ അപ്പോൾ പോലീസുകാരോട് പറയണേ കേട്ടോ. ഇതേ സമയം നമ്മുടെ നീളക്കുട്ടിയാണെങ്കിൽ അമ്മയ്ക്ക് പിന്നാലെ പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ പുറകുവശത്തോടെയൊക്കെ നടന്നു പോവുക. ആരുടെ ശ്രദ്ധ കൊടുക്കാതെയാണ് കേട്ടോ നീള ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ശാരദ നേരെ വീടിൻ്റെ പിറകുവശത്ത് ഒരു ചായ്പ പോലെയുണ്ട്, അവിടേക്കാണ് ചെല്ലുന്നത്. അവിടെ മണ്ണെണ്ണ വെച്ചിട്ടുണ്ട്, അതും എടുത്തുകൊണ്ട് വരിക. അപ്പോൾ അത് നീളക്കുട്ടി കാണും. നീള ഓടിച്ചൊന്ന് പിടിച്ചു വാങ്ങും. അമ്മ ഇത് എന്താ ചെയ്യുന്നത്? എന്തിനാ അമ്മ ഈ മണ്ണെണ്ണ എടുത്തത്? വിടുമോളെ, ഇത് വേണം, ഇതില്ലെങ്കിലേ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കിടപ്പാട് നഷ്ടപ്പെടും. അങ്ങനെ ഇപ്പം എന്നെ ഈ ശാരദയും മക്കളെയും എൻ്റെ അരവിന്ദേട്ടനുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ആർക്കാ ധൈര്യമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദ ബഹളം വെക്കാം. അപ്പോഴത്തേക്കും നീള പേടിച്ചു പോകുക. അമ്മേ വീടമ്മേ, എനിക്ക് പേടിയാകുന്നമ്മേ. നീ പേടിക്കണ്ട എന്ന് പറയാ. വീടമ്മേ, മാറങ്ങോട്ട്, നിന്നോടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞ കൊച്ചേ എന്ന് പറഞ്ഞ് നീളെ പിടിച്ചൊരു തള്ളു കേട്ടോ. അപ്പം നമ്മുടെ നീളെ അങ്ങോട്ട് വീടും. അപ്പോൾ ശാരദയാണെങ്കിൽ മണ്ണെണ്ണയായിട്ട് പുറത്തേക്ക് വരിക. ഇത് കാണുമ്പം മക്കളൊക്കെ പേടിച്ച് വരയ്ക്കും. അമ്മേ, ഇതെന്താ അമ്മേ മണ്ണെണ്ണയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? അപ്പോഴത്തേക്കും കാവേരി അമ്മയുടെ കയ്യിലിരിക്കുന്ന ലാഭം കാണും. അമ്മ എന്ത് ഉദ്ദേശിച്ചായി ചെയ്യുന്നത്? ഞങ്ങൾക്ക് അച്ഛനെയോ നഷ്ടപ്പെട്ടു, ഇനി അമ്മയും കൂടി നഷ്ടപ്പെട്ട പിന്നെ ഞങ്ങൾക്ക് ആരോ ഉള്ളേ അമ്മ എന്നും പറഞ്ഞ് കാവേരി കരയോ. അപ്പോൾ കൂടെ ഗംഗയും യമുനയും ഒക്കെ കരയാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് വിനീത് ചെല്ലുക. അപ്പം എന്ത് തോന്നിയവസം അമ്മായി ഈ കാണിക്കുന്നത്? അമ്മായി എന്തായി ചെയ്യുന്നേ? മാറി വിനീതേ, എനിക്ക് ഇവരോടാ പറയേണ്ടത് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ പോലീസുകാരും ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ അടുത്തേക്ക് വരിക. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ച സ്ത്രീ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണമല്ലേ എന്നും പറഞ്ഞ് ആ മണ്ണെണ്ണ വെച്ചിരുന്ന ആ കുപ്പി തുറന്ന് അതിലെ മണ്ണെണ്ണ മുഴുവനും നമ്മുടെ ശാരദ സ്വന്തം ദേഹത്തേക്ക് ഒഴിക്കുക. ഇനിയും എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്നെ ഇറക്കി വിടാൻ നോക്കിയാൽ ഈ ശാരദ ഈ മണ്ണിൽ കിടന്ന് സ്വയം കത്തി വെണ്ണീറാകും. എൻ്റെ ശവം കൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ വീട് പൂട്ടി ഇറങ്ങാൻ പറ്റൂ എന്ന് പറയും. നിങ്ങൾ ഈ കാണിക്കുന്ന നിയമലംഘനമാണ്, ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടും എന്ന് ആ പോലീസുകാർ പറയും. സാർ എന്ത് വേണമെങ്കിലും ചെയ്തോ, എൻ്റെ അരവിന്ദേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ മണ്ണിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. എൻ്റെ ശവം കൊണ്ടല്ലാതെ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും ഞങ്ങളെ ഇറക്കി വിടാനായിട്ട് സാധിക്കില്ല. അപ്പോഴത്തേക്കും പിള്ളേരെല്ലാം പേടിച്ചു പോവാണ് കേട്ടോ. അമ്മ എന്താ ഈ കാണിക്കുന്നത്? നമുക്ക് മാറിപ്പോകാം അമ്മ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഗംഗ യമുനെ എല്ലാവരും കൂടി നിന്ന് കരയോ. അപ്പം നിളയാണെ ആകെ പേടിച്ച് വിറയ്ക്കുക. അപ്പം നിളയനെയാണെങ്കിൽ വിനീത് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. മോള് സങ്കടപ്പെടണ്ട, അമ്മയൊന്ന് പേടിപ്പിക്കാൻ ചെയ്യുന്നതാ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, എനിക്ക് പേടിയാവോ ചേട്ടാ എന്ന് പറഞ്ഞ് അപ്പം നമ്മുടെ നിള കരയുവാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഗംഗയും കാവേരിയും കൂടി നിൽക്കുക. അപ്പോൾ പോലീസുകാർ മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് വന്നാൽ ഇപ്പം തന്നെ ഞാൻ തീ കത്തിക്കും എന്ന് പറഞ്ഞ് ശാരദ അവിടെ കിടന്ന് വലിയ ബഹളം വെക്കുക. അപ്പോൾ ബാങ്കുകാർ പറയും, അയ്യോ ഇതിപ്പോൾ ആകെ പ്രശ്നമായല്ലോ, എന്ത് ചെയ്യും സാർ എന്ന് ചോദിക്കുമ്പം നിങ്ങളും കൂടി കൂടിയിട്ടാണ് ഞാൻ ഈ വേണ്ടാത്ത വയ്യാവലിയൊക്കെ എടുത്ത് തലയിൽ വെച്ചത്, ഇതിപ്പോൾ കൂടുതൽ പ്രശ്നമാകുമെന്നാണ് തോന്നുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ജയബാലൻ അങ്ങോട്ട് വരിക. എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുമോ. യോ ശാരദ, നീ എന്താ ഈ കാണിച്ചിരിക്കുന്നത്? ദേഹത്ത് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് നിൽക്കുമോ? അബദ്ധവശാലെങ്ങാനും ആ ലാമ്പ് കത്തിയാലത്തെ അവസ്ഥ, നീ എന്താ ഈ മക്കളെ പറ്റി ചിന്തിക്കാത്തത്? നിന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ പെൺകുട്ടികളെ തനിച്ചാക്കി നീയും അരവിന്ദൻ്റെ അടുത്തേക്ക് പോവാണോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അരവിന്ദൻ്റെ ആത്മാവ് പോലും നിന്നോട് ക്ഷമിക്കില്ല ശാരദ എന്ന് പറയാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ജയപാലേട്ട? എൻ്റെ അരവിന്ദേട്ടൻ ചോര നീരാക്കി തന്ന പണിത ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടാനാണ് ഇവർ നോക്കുന്നത്. ഇവരെന്തൊക്കെയോ പറയുന്നു. ഇവർ ഈ പറഞ്ഞ നോട്ടീസിൻ്റെയോ ജപ്തിയുടെയോ ഒക്കെ കാര്യം ഞങ്ങൾ അറിയുന്നത് തന്നെ
തന്നെ ഇന്നലെയാ. 8 മാസമായിട്ട് ലോൺ അടച്ചെന്നുണ്ടെങ്കിൽ നേരത്തെ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കണ്ടേ? ഇവരെന്താ ഇതൊന്നും ചെയ്യാതിരുന്നത്? എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായവാ? ഇവിടെ കോടതിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളാം. ഇപ്പം ഈ മണ്ണിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും ഇറക്കി വിടാൻ നോക്കിയാൽ ഞാൻ സ്വയം കത്തിക്കും, എനിക്കിനി ഒന്നും നോക്കാനില്ല എന്നും പറഞ്ഞ് ശാരദ അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ ജയപാലൻ പറയും, ദേ നീ ഇങ്ങനെയൊന്നും കാണിക്കരുത്, ഇവരെ നിന്നെ വേണമെങ്കിൽ പിടിച്ചോണ്ട് പോയി ജയിലിൽ കൊണ്ട് ഇടുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അരവിന്ദൻ മരിച്ചെന്നും കരുതി അരവിന്ദൻ്റെ കുടുംബം അനാഥരൊന്നുമല്ല, അവർക്ക് ചോദിക്കാനും പറയാനും ഈ ജയപാലനുണ്ട്. ഈ ജയപാലൻ്റെ പെങ്ങളും മക്കളുമാണ് ഈ നിൽക്കുന്നത്. ഇവർക്കൊരാവശ്യം വന്നാൽ അതിന് മുന്നിൽ നിന്ന് എന്ത് കാര്യം നടത്തി കൊടുക്കാൻ ഈ ഞാനുണ്ട്. അപ്പോഴാണ് സാർമാരുടെ ഈ രീതിയിലുള്ള പ്രഹസനങ്ങൾ. അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ വന്ന് എന്ത് തോന്നിവാസമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് പറയേ. അപ്പോൾ പോലീസുകാരും ബാങ്കുകാരും കൂടി പറയും, സാർ ഞങ്ങളുടെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇവിടെ ആവശ്യമില്ലാത്ത ബഹളങ്ങൾ വെച്ചതും ഒക്കെ ഇവരാ എന്ന് പറയും. എന്നും കരുതി ഇങ്ങനെയാണോ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറി പെരുമാറേണ്ടത്? ദേ ഇത് നിങ്ങൾക്കെതിരെ ഒരു പരാതി പോയി കഴിഞ്ഞാൽ അറിയാലോ, സാറിൻ്റെ ജോലി പോകുന്ന കേസാ എന്ന് പറയും. അപ്പോൾ പോലീസുകാർ പറയും, സാറ് ഞങ്ങളെ കൂടുതൽ പേടിപ്പിക്കൊന്നും വേണ്ട, ഇവരുടെ ഭാഗത്താ കൂടുതലും അന്യായമുള്ളത്, ഞങ്ങൾ മാന്യമായിട്ടാണ് ഇവരോട് ഇടപെട്ടത്, പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ പെൺകുട്ടികൾ തന്നെ ഞങ്ങളോട് കയർത്ത് സംസാരിച്ചു, ഈ ഒരു കേസ് കൊടുത്താൽ ഇവരും ജയിലിൽ പോയി കിടക്കാനുള്ള വകുപ്പൊക്കെ കാണുന്നുണ്ട് സാറേ എന്ന് ജയപാലനോട് പോലീസുകാർ പറയൂട്ടോ. സാർ ഇങ്ങനെ ദേഷ്യപ്പെടലേ, എന്ത് നമുക്ക് സൗമ്യതയോടെ സംസാരിക്കാലോ എന്ന് ജയപാലൻ അവരോടൊപ്പം കണ്ണ് കാണിക്കാം. ശാരദ നീ പോയി കുളിച്ചേ, ദേ മക്കളെ അമ്മയും കൊണ്ട് അകത്തേക്ക് പോയിക്കേ, എന്നിട്ട് അമ്മയെ ഒന്ന് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നേ. ദേ ഇങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല, മേഹത്ത് മുഴുവനും മണ്ണെണ്ണയാ, അയ്യോ കണ്ടില്ലേ നിളമോളാകെ പേടിച്ച് നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ജയപാലനാണെങ്കിൽ പോലീസുകാരെയും ബാങ്ക് ഉദ്യോഗസ്ഥരെല്ലാം കൂട്ടിക്കൊണ്ടങ്ങ് മാറി നിന്ന് സംസാരിക്കുക. അപ്പം നിവിനോട് നമ്മുടെ വിനീത് ചോദിക്കും, അല്ല നിൻ്റെ അമ്മാവൻ എന്താ അവരോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അമ്മാവൻ ഇടപെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും ന്യായമായ നീതി വാങ്ങിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അമ്മാവന് എവിടെയുള്ള എല്ലാവരുമായിട്ട് നല്ല പിടിപാടൊക്കെ ഉള്ള ആളല്ലേ എന്ന് നിവിൻ പറയുക. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുത്താൽ മതിയായിരുന്നു, ഇവർക്കൊരു സാവകാശമല്ലോ അവർ കൊടുക്കുമായിരുന്നെങ്കിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാവേരിയും ഗംഗയൊക്കെ ചെയ്തോളും, പിന്നെ ഞാനും ഉണ്ടല്ലോ, ഇച്ചിരി പൈസ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സാവകാശം മേടിച്ചു തരാൻ നിൻ്റെ അമ്മാവൻ വിചാരിച്ചാൽ സാധിക്കില്ലേ എന്ന് നിവിനോട് ചോദിക്കുക. പിന്നില്ലേ അമ്മാവൻ അത്യാവശ്യം നല്ല പിടിപാടുള്ളവനാ ആളാ, അമ്മാവൻ വിചാരിച്ചാൽ അതൊക്കെ സാധിക്കും, അതായിരിക്കും സംസാരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. അപ്പം ജയപാലൻ വരുമ്പോൾ ശാരദയ്ക്ക് ഒരു ആശ്വാസമാവുക. ശാരദനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗംഗയും കാവേരിയും കൂടി അകത്തേക്ക് കൊണ്ടുപോയി ഫ്രഷാക്കി തിരിച്ചു കൊണ്ടുവരികയാണ്. അന്നേരം ജയപാലൻ അകത്തേക്ക് കയറി വരിക. എന്തായി ജയപാലേട്ട, അവരെന്താ പറഞ്ഞത് എന്ന് അപ്പം ശാരദ ചോദിക്കും. ശാരദ നീ എന്ത് തോന്നിമാസമായി ചെയ്യാനായിട്ട് പോയത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അരവിന്ദൻ എന്നോട് ക്ഷമിക്കുമായിരുന്നോ? ഞാനിവിടെ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരിക്കില്ലേ ഇപ്പം പോലും അവൻ്റെ ആത്മാവ് ഈ സ്വർഗത്തിലിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പം ഇങ്ങനെയൊക്കെ നീ ചെയ്യാൻ പാടുണ്ടോ? ഈ മക്കൾക്ക് നീ അല്ലാതെ ഇനി വേറെ ആരാ ഉള്ളത്? ഞാൻ കാര്യങ്ങളൊക്കെ ബാങ്ക് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു രമ്യതയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താ ജയപാലേട്ട അവർ പറഞ്ഞത്? പിന്നെ ഈ വീടിന് ലോണുള്ള കാര്യം സത്യം തന്നെ ശാരദേ, ഇന്ന് കാവേരി മോളും ഗംഗയും എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞിരുന്നതാ. ഇത് മാത്രം എന്ത് പ്രശ്നം അരവിന്ദേട്ടൻ ഉണ്ടായിരുന്നതെന്ന് ശാരദ അപ്പം ചോദിക്കുക. അത് പിന്നെ അരവിന്ദിന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പം തൽക്കാലം നിന്നെയും മക്കളെ അറിയിക്കേണ്ടത് അവൻ കരുതി കാണും, അവൻ്റെ സ്വഭാവം നിനക്കും അറിയാലോ, അതുകൊണ്ടാണ് ബാങ്കിൻ ലോണിൽ കുടിശ്ശിക വന്നത്, അത് 8 മാസമായിട്ട് അടയ്ക്കാൻ പറ്റാതെ വന്നതും അതുകൊണ്ടാണ്. പിന്നെ പേപ്പറിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ശാരദേ, എന്തായാലും ആ ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നതിൽ കാര്യമുണ്ട്, അവർക്ക് ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല ശാരദ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വീട് പണിതിരിക്കുന്ന ലോൺ എടുത്തല്ലേ, ലോൺ എടുക്കുമ്പം തന്നെ അവരുടെ കുറേ പേപ്പറുകൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതിൽ കുറേ നിബന്ധനകൾ എഴുതി ചേർത്തിട്ടുണ്ട്. കുടിശ്ശിക ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്ര മാസം കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ ജപ്തി നടപടികളിലേക്ക് മുന്നോട്ട് പോകുമെന്നൊക്കെ അവരുടെ പേപ്പറുകളിൽ എഴുതി ചേർത്തിട്ടുള്ള നിബന്ധനകളിൽ പെടുന്നതാണ്, അതാ അവർ പാലിക്കുന്നത്. അപ്പം നമുക്കൊരു പരിധിക്കപ്പുറം അവരെ എതിർത്തിങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. ഇപ്പം തന്നെ ഗംഗയും കാവേരിയും ആ പോലീസുകാരെയൊക്കെ എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തില്ലേ, അവരൊരു പരാതിപ്പെട്ട ഇവർ രണ്ടും ഇപ്പം ജയിലിൽ പോയി കിടക്കും. അത് പിന്നെ പിള്ളേരുടെ പക്വതയില്ലായ്മയാന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തൽക്കാലം ഈ വീടൊന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും, നിങ്ങൾ കാശ് അടച്ചു കഴിയുമ്പോൾ വീട് അവർ തിരിച്ചു തരികയും ചെയ്യും. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ജപ്തി നടപടികൾ അവർ തൽക്കാലം നീട്ടിവെക്കും, അതായത് വീട് നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം, പൈസ എന്നാണ് കുടിശ്ശികയുള്ള കാശ് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പലിശ സഹിതം അന്ന് ഈ വീട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പം ബാങ്ക് ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ജയബാലേട്ടൻ എന്താ ഈ പറയുന്നേ? ഞങ്ങൾ ഈ പെൺകുട്ടികളെ ആയിട്ട് എവിടെ പോകുന്ന ഈ പറയുന്നേ? അല്ല, ഇപ്പൊ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അത് ഞാൻ നിന്നോട് പറഞ്ഞു മനസ്സിലാക്കിയതാ ശാരദ. ഞാനങ്ങനെ നിങ്ങളെ കൈവിടുത്തൊന്നും ഇല്ലെന്നേ. എന്തായാലും ബാങ്കുകാർ അവരുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇതിപ്പം ഈ നാട്ടുകാരെല്ലാം കാണി ഈ പോലീസുകാരെയും ഇവിടെ മുറ്റത്ത് നിർത്തി ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നം സൃഷ്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ശാരദയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അമ്മയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ ശാരദയോട് ഒരു രമ്യതയിൽ മുന്നോട്ട് പോകാമെന്ന്. ഞാനിപ്പോൾ ഒരു വിധത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു കരയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ തൽക്കാലം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ പോലീസുകാരും ബാങ്കുകാരും അങ്ങോട്ട് വരിക. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് അവരോട് ചോദിക്കുകയാണ് കേട്ടോ ജയബാലൻ. ഉണ്ട് സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവരെന്നാണോ കുടിശ്ശികയുള്ള തുക അടച്ചു തീർക്കുന്നത് അതിൻ്റെ പലിശ സഹിതം അന്ന് ഈ വീട്ടിൽ അവർക്ക് വീണ്ടും ഉപയോഗം തുടങ്ങാം. അതുവരെ ഞങ്ങൾ ഈ വീട് സീൽ വെച്ച് പോകുക, അത് തന്നെ മുന്നോട്ട് ചെയ്യാൻ പോകുന്നതും എന്ന് പറയാണ് കേട്ടോ. അതെ, ഇവർ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. അപ്പം ശാരദ അങ്ങനെ കാര്യങ്ങളൊക്കെ മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കേട്ടോ. പെട്ടെന്ന് ജയബാലിനൊരു കോള് വരിക. എടാ നിക്ക് ഞാൻ ഇപ്പം തന്നെ വരുക, ഒരു ചെറിയ പ്രശ്നം അതൊന്ന് സോൾവ് ആക്കാൻ ഞാൻ നിങ്ങൾ ഒന്ന് കയറിയതാ, ഇപ്പം വരുക, നീ അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് അർജൻറ്റ് ഉള്ളതുപോലെ അഭിനയിക്കുകയാണ്. ശാരദ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. എന്നാൽ ശരി അമ്മേ. രാധമ്മയോടും യാത്രയൊക്കെ പറയുക. അപ്പം പെട്ടെന്ന് നമ്മുടെ നിവിൻ അവിടെ നിൽക്കുന്നത് ജയപാലൻ്റെ ശ്രദ്ധയപ്പെടുക. അല്ലട നിവിനെ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വിനീത് നിന്റെ കൂട്ടുകാരനാണല്ലോ അല്ലേ, അവൻ്റെ കൂടെ വന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടുത്തെ പ്രശ്നമൊക്കെ ഏകദേശം സോൾവ് ആയതാ. ഇനിയിപ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചോളും. നീ വാ, ഞാൻ നിന്നെ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്തേക്കാം എന്ന് പറയാം. അല്ലമ്മാവ, ഞാൻ പിന്നെ നിന്നോട് വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഹാർഷായിട്ട് നിവിനോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീതിനോട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ജയപാലൻ്റെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഗംഗയും കാവേരിയും ആകെ അന്തം വിട്ട് നിൽക്കുക. കാരണം എടിപിടിന്ന് കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള ധൃതി ജയപാലനിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശാരദ ജയപാലനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചതാ. ഇപ്പോഴും ജയപാലൻ എന്ന വ്യക്തിയെ അവിശ്വസിക്കാൻ ശാരദയുടെ മനസ്സിന് സാധിക്കുന്നില്ല. ഇതേസമയം ബാങ്കുകാരാണെങ്കിൽ വീട് പൂട്ടി അവരവരുടെ വഴിക്കും പോവുകയാണ് കേട്ടോ, സീൽ ചെയ്തുകൊണ്ട്. അപ്പം സാധനങ്ങളൊക്കെ ആയിട്ട് ശാരദ മക്കളും തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. എന്നിട്ട് ശാരദ നമ്മുടെ അരവിന്ദൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് നിന്ന് കരയുക. എൻ്റെ അരവിന്ദേട്ടൻ ചോര നീരാക്കി ആ മരുഭൂമിയിൽ കിടന്ന് പടുത്ത വീടാ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനല്ലേ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും നമ്മളെ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ എങ്ങോട്ട് പോകണം? ഇവിടെ ഇരിക്കാലോ. ഈ തിണ്ണയിൽ നമ്മൾ ഇരിക്കുന്നതിനും നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്കാനും ഇനി ആരും വരത്തില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ യമുനയും കരയുക. നമ്മൾ എന്ത് ചെയ്യും അമ്മേ, നമ്മളിനി എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചുകൊണ്ട് കരയുവാണ് കേട്ടോ. അപ്പം നമ്മുടെ അച്ഛമ്മയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ മോൻ്റെ ഒരായുസിൻ്റെ വേർപ്പാ ഈ വീട്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എൻ്റെ ഈശ്വര. എൻ്റെ മോൻ്റെ ചിതയുടെ ചൂട് കെട്ടിട്ടില്ല, അതിനു മുന്നേ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക. അവൻ്റെ ആത്മാവിന് പോലും മനസ്സമാധാനം കിട്ടത്തില്ലല്ലോ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നിളയാണെങ്കിൽ കാവേരിയുടെ അടുത്ത് നിന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുക. ചേച്ചി, നമ്മളിനി എവിടെ പോകും ചേച്ചി, നമ്മളിനി എവിടെയാണ് താമസിക്കുക? അപ്പം കാവേരിക്കും ഇതിനൊന്നും ഉത്തരവില്ല. അപ്പോൾ ഗംഗ ചോദിക്കും കാവേരിയുടെ, മോളെ നമ്മളിനി എന്താ ചെയ്യുക? അപ്പോൾ എല്ലാവരും കാവേരിയെ നോക്കുവാണ് കേട്ടോ. അപ്പോൾ കാവേരിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എനിക്കറിയില്ല ചേച്ചി, നമ്മൾ എങ്ങോട്ടാണ് പോവുക? നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നടുക്കടലിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് കാവേരി പറയണം. നമ്മളെങ്ങും പോകുന്നില്ല, ഈ മണ്ണിൽ ഞാൻ മരിക്കും, അതിന് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം നമ്മൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശാരദയാണെങ്കിൽ പൊട്ടിക്കരയുവാണ് കേട്ടോ. പെട്ടെന്ന് വിനീത് അങ്ങോട്ട് വരിക. അമ്മായി എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ അമ്മാവൻ മരിക്കുന്നത്. ഈ അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുടുംബത്തെ ഞാൻ നന്നായിട്ട് നോക്കുന്നൊരു ധാരണ അമ്മാവനുണ്ടാകും. ആ ധാരണ ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല. നിങ്ങൾക്ക് ആരും ഇല്ലെന്ന് നിങ്ങൾ കരുതരുത്. ഞാനില്ലേ അമ്മായി, ചെറുതാണെങ്കിലും എനിക്കൊരു വീടുണ്ട്. ആ വീടുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരിടവും ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ശാരദ വീണ്ടും കരയുവാണ് കേട്ടോ. അപ്പം മക്കളാണേലും പരസ്പരം എല്ലാവരും നോക്കുവാണ്. എന്നിട്ട് വിനീതാണെങ്കിൽ ശാരദയുടെ കൈയും പിടിച്ച് ആ സ്നേഹതീരത്തിൻ്റെ പടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തിരിഞ്ഞ് സ്നേഹതീരം വീട്ടിലേക്ക് നോക്കുക. അവർ ജനിച്ച് വളർന്ന അവരുടെ സന്തോഷങ്ങൾ മുഴുവൻ ജീവിച്ച് തീർത്ത ആ വീടിനോട് അവർ യാത്ര പറയുകയാണ് മൗനമായിട്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിലും വലിയ പരീക്ഷണങ്ങളാണ് ഇനിയും ശാരദയും മക്കളെയും നമ്മുടെ സുജാതയുടെ വീട്ടിലും കാത്തിരിക്കുന്നത്. അതൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.